ഹായ് ഫ്രണ്ട്സ്, വർക്കിനായിട്ട് വാങ്ങിയൊരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയായിരിക്കും. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഇപ്പോഴാണോ കാണുന്നതെന്ന് ചോദിക്കുന്നവരോട്, നമ്മളതിൽ ഇരുന്നത് കംപ്ലൈൻറ്റ് ആയപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിയതാണ്. ഇതൊരു വയർ ഫെറൂൾ ക്രിമ്പിംഗ് ടൂളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു 1200 വയർ ക്രിമ്പ് ചെയ്യാനുള്ള ഫെറൂൾ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ആ ഒരു ക്രിമ്പിംഗ് ടൂൾ എടുത്തിട്ട് നമുക്കതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡയമെൻഷനും കാര്യങ്ങളും എല്ലാം കവറിൻ്റെ പിറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ഇഞ്ച് വലിപ്പമാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 0.25 തൊട്ട് 10 സ്ക്വയർ mm വയർ വരെ നമുക്ക് ഇതിനകത്ത് ക്രിമ്പ് ചെയ്യാം. അതുപോലെ സ്ക്വയർ ടൈപ്പിലാണ് ആ ഒരു ക്രിമ്പ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ എൻഡ് ഭാഗം വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഫെറൂൾസ് ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് 0.25 mm തൊട്ട് 10 സ്ക്വയർ mm വയർ ക്രിമ്പ് ചെയ്യാനുള്ള ഫെറൂൾസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്ന നീല ആ ഒരു ഫെറൂളാണ് നമുക്ക് 2.5 mm വയർ ക്രിമ്പ് ചെയ്യാനുള്ള ഫെറൂൾ. അപ്പോൾ അത് നമുക്ക് വയറിനകത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ വയറിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ഇൻസുലേഷൻ കളഞ്ഞതിന് ശേഷം ആ ഒരു ഫെറൂൾ അതിലേക്ക് കയറ്റി വെച്ച് കറക്റ്റായിട്ട് എൻഡിൽ വരെ വരുന്ന രീതിയിൽ, കോപ്പർ വരുന്ന രീതിയിൽ കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ ക്രിമ്പിംഗ് ടൂളിനകത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പ്രോപ്പർ ടൈറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫെറൂൾ അതിനകത്ത് അറ്റാച്ച് ആവുന്നതായിട്ട് കാണാം. വലിയ ബ്രാൻഡൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൂൾ തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഇതുപോലെ 10 സ്ക്വയർ mm വരെ ക്രിമ്പ് ചെയ്യാനുള്ള ടൂൾ നോക്കി വാങ്ങുക. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്ത് വെച്ചേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്.